ഇന്ന് പൂതൻ വരണ ദിവസല്ലേ? അയ്യേ, പട്ടണത്തില് വളരണ അമ്മൂല് ഇതൊന്നും അറിയില്ലേ. പൂതൻ എന്ന് വെച്ചാ ഭൂതം. നങ്ങേലിന്ന് രണ്ടാജനത്തിന്റെ സുന്ദരക്കുട്ടനായ ഉണ്ണിയെ ഒരു ഭൂതം കട്ടോണ്ട് പോയി. അവസാനം ആ അമ്മയുടെ സ്നേഹത്തിന്റെ മുന്നിൽ തോറ്റുപോയ ഭൂതം തെറ്റു പറഞ്ഞ് കുട്ടിയെ തിരിച്ചു കൊടുത്ത കഥ കേട്ടിട്ടില്ലേ? ഇല്ല മുത്തശ്ശി, എനിക്ക് ആ കഥ പറഞ്ഞു തരുമോ മുത്തശ്ശി? പിന്നെന്താ, പറഞ്ഞു തരാം. ഇടശ്ശേരി ഗോവിന്ദൻ നായർ എന്നൊരു കവി ഭൂതപ്പാട്ട് എന്നൊരു കവിത എഴുതിയിട്ടുണ്ട്. മനുഷ്യരെ വരെ തിന്നിരുന്ന ഭൂതം പിന്നെ പാപമായി മാറിയ കഥയാ അത്. അത് കേട്ടാൽ അമ്മൂന്റെ സംശയങ്ങളൊക്കെ മാറും. എനിക്കതൊന്ന് കേൾപ്പിച്ചു തരുമോ? പിന്നെന്താ, ദാ കേട്ടോളൂ. ആറ്റിൻ വക്കത്തെ മാളിക വീട്ടിലന്നാറ്റു നോറ്റിട്ടൊരുണ്ണി പിറന്നു. ഉണ്ണിക്കരയിലെ കിങ്ങിണി പൊന്നു കൊണ്ടുണ്ണിക്കു കാതിൽ കുടക്കടുക്കൻ. പാപ്പ കൊടുക്കുന്നു, പാല് കൊടുക്കുന്നു, പാവ കൊടുക്കുന്നു നങ്ങേരി. കാച്ചിയ മോരൊഴിച്ചൊപ്പി വടിച്ചിട്ട് കാക്കേ പൂച്ചേ പാട്ടുകൾ പാടിയിട്ട് മാനത്തമ്പിളി മാമനെ കാട്ടിയിട്ട് മാമു കൊടുക്കുന്നു നങ്ങേരി. താഴെ വെച്ചാലുറുമ്പരിച്ചാലു, തലയിൽ വെച്ചാൽ പേനരിച്ചാലു, തങ്കക്കുടത്തിനെ താലോലം പാടിയിട്ടു തങ്ക കട്ടിലിൽ പട്ടു വിരിച്ചിട്ട് തണുതണെ പൂന്തുട തട്ടിയുറക്കിയിട്ടു ചാഞ്ഞുമയങ്ങുന്നു നങ്ങേരി. ഉണ്ണിക്കേഴു വയസ്സു കഴിഞ്ഞു, കണ്ണും കാതുമുറച്ചു കഴിഞ്ഞു. പള്ളിക്കൂടത്തിൽ പോയി പഠിക്കാനുള്ളിൽ കൗതുകമേറിക്കഴിഞ്ഞു. അങ്ങനെ നങ്ങേലി ഉണ്ണിയെ സ്കൂളിൽ ചേർത്തു. ദിവസവും ഭംഗിയിലൊരുക്കി സ്കൂളിലേക്ക് പറഞ്ഞയക്കും. ഉണ്ണി പോണതും നോക്കി ആ അമ്മ സന്തോഷത്തോടെ അങ്ങനെ നിൽക്കും. ഒരു ദിവസം ഭൂതം ഉണ്ണിയെ കണ്ടു. ഹായ്, എന്തൊരു ഭംഗിയുള്ള കുട്ടി! ഭൂതാണേലും അവളൊരു സ്ത്രീയല്ലേ? ഭൂതത്തിന് തോന്നി ഉണ്ണിയെ തന്റെ കുട്ടിയായിട്ട് വളർത്തിയാലോന്ന്. അതെന്ത് ചെയ്തുന്നോ, അവള് മന്ത്രം കൊണ്ട് നല്ല ഭംഗിയുള്ള ഒരു പെൺകുട്ടിയായി മാറി. ഉണ്ണി വരണ വഴിയില് ചിരിച്ചോണ്ടങ്ങനെ നിന്നു. അവള് പറഞ്ഞു, പൊന്നുണ്ണി പൂങ്കരളെ പോന്നണയും പൊൻകതിരെ ഓലയെഴുത്താണികളെ കാട്ടിലെറിഞ്ഞിങ്ങണയൂ. കാട്ടിലെറിഞ്ഞണയുകിലോ കലഹിക്കും ഗുരുനാഥൻ, പൂത്തമര ചോട്ടിലിരുന്നൊളി നെയ്യും പെൺകൊടിയേ. പൊന്നുണ്ണി പൂങ്കരളെ പോന്നണയും പൊൻകതിരെ വണ്ടോടിൻ വടിവിലേഴും നീലക്കല്ലോലകളിൽ മാന്തളിരിൽ തൂവെള്ളി ചെറുമുല്ല പൂമുനയാൽ പൂന്തണലിൽ ചെറുകാറ്റത്തിവിടെയിരുന്നെഴുതാലോ ഓലയെഴുത്താണികളെ കാട്ടിലെറിഞ്ഞിങ്ങണയൂ. പൂത്തമര ചോട്ടിലിരുന്നൊളി നെയ്യും പെൺകൊടിയെ ഓലയെഴുത്താണികളെ കാട്ടിലിതാ ഞാൻ കളവു, കാട്ടിലിതാ ഞാൻ കളവു. വെയിൽ മങ്ങി മഞ്ഞ കതിരു പൊങ്ങി വിയതങ്കണത്തിലെ കാർകൾ പൊങ്ങി
എഴുതുവാൻ പോയ കിടാവു വന്നില്ല, എവിടെ പോയി നങ്ങേലി നിന്നു തേങ്ങി. ആറ്റിൻ കരകളിൽ അങ്ങിങ്ങോളം അവനെ വിളിച്ചു നടന്നാളമ്മ. നീറ്റിൽ കളിക്കും പരൽ മീനല്ല, നീളവേ നിശ്ചലം നിന്നുപോയി. കുന്നിൻ ചരിവിലെ കൂർത്ത കല്ലിൽ കുഞ്ഞിനെ തേടി വലഞ്ഞാളമ്മ. പൂമരച്ചോട്ടിൽ ഇരുന്നു പൂതം പൂവൻ പഴം പോലുള്ളുണ്ണിയുമാ പൂമാല കോർത്തു രസിക്കേ കേട്ടു. പൂരിത ദുഃഖമേ തേങ്ങലുകൾ, പൂരിത ദുഃഖമേ തേങ്ങലുകൾ. ഭൂതത്തിന് കാര്യം മനസ്സിലായി. അവൾ എന്തു ചെയ്തുന്നോ? പേടിപ്പിച്ചോടിക്കാൻ നോക്കി ഭൂതം, പേടിക്കാതങ്ങിനെ നിന്നാളമ്മ. കാറ്റിൻ ചുഴലിയായി ചെന്നു ഭൂതം, കുത്തി കണക്കങ്ങു നിന്നാളമ്മ. കാട്ടുതീയായിട്ടും ചെന്നു ഭൂതം, കണ്ണീരൊക്കെ കെടുത്താളമ്മ. അരിയായും പ്രിയായും ചെന്നു ഭൂതം, തരികന്റെ കുഞ്ഞിനെ എന്നാളമ്മ. പിന്നെ ഭൂതം എന്താ ചെയ്തേ? പൊന്നും മണികളും കിഴികെട്ടി തന്നിടാം, പൊന്നാരക്കുട്ടനെ ഞാനെടുക്കും. അപ്പൊന്നും നോക്കാതെ അമ്മണി നോക്കാതെ അമ്മ തൻ കണ്ണുകൾ ചൂഴ്ന്നെടുത്തു. പുലരിച്ചെന്താമര പോലവേ ഭൂതത്തിൻ തിരുമുൻപിലർപ്പിച്ചു തൊഴുതുരച്ചു. ഇതിലും വലിയതാണെന്റെ പൊന്നോമന, അതിനെ തരികന്തേ ഭൂതമേനി. അമ്മയ്ക്ക് ഇപ്പൊ കണ്ണ് കാണില്ലല്ലോ. ഭൂതം വേറൊരു വിദ്യ എടുത്തു. തെച്ചിക്കോലു പറിച്ചു ഭൂതം, ചേലോടു മന്ത്രം ജപിച്ചു ഭൂതം. മറ്റൊരുണ്ണിയെ നിർമ്മിച്ചു ഭൂതം, മാൺപോടടുക്കേ എന്നോദീ ഭൂതം. അമ്മയെടുത്തിട്ടുമ്മ കൊടുത്തിട്ടഞ്ചിതമോദം മൂർധാവിങ്കൽ തടകി തടകി പുൽകിയ വാറെ വേറിട്ടൊന്നെന്നോദിയേറ്റാൽ പെറ്റവയറ്റിനെ വഞ്ചിക്കുന്നൊരു പൊട്ടപ്പൂതമിതെന്നു കയത്താൾ. താപം കൊണ്ടു വിലക്കേ കൊടിയൊരു ശാപത്തിനവൾ കൈകളുയർത്താൾ. അപ്പോൾ ഭൂതം എന്ത് ചെയ്തു? അതല്ലേ കേൾക്കണ്ടേ? ഞെട്ടി വിറച്ചു പതിച്ചു ഭൂതം, കുട്ടിയെ വേഗം വിട്ടുകൊടുത്താൾ. അമ്മേ, നിങ്ങളുടെ തങ്ക കുഞ്ഞിനെ ഞാനിനി മേലിൽ മറച്ചു പിടിക്കിൽ. എന്നുടെ നേരെ കോപമിതേറെ അരുതരുതെന്നെ നീറ്റിടൊല്ലേ.
നിന്നുടെ കണ്ണുകൾ മുൻപടി കാണും നിന്നുടെ കുഞ്ഞിതു തന്നെ നോക്കൂ തൊഴുതു വിറച്ചേ നിന്നു ഭൂതം തോറ്റുമടങ്ങിയടങ്ങി ഭൂതം. ഉണ്ണിയെ കിട്ടിയില്ലേ? അമ്മയ്ക്ക് സന്തോഷായി. പാവം ഭൂതം സങ്കടം സഹിക്ക വയ്യാണ്ട് ഉണ്ണിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. കണ്ണു തുറച്ച് കരഞ്ഞും കൊണ്ട് അങ്ങനെ നിന്നു. അമ്മയ്ക്ക് എനിക്കറിയാം എന്റെ ഉണ്ണിയെ നീ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന്. എല്ലാ വർഷവും മകരക്കൊയ്ത്ത് കഴിയുമ്പോ നീ വരണം. എന്റെ ഉണ്ണിയെ കാണാനും അവൻ ആനന്ദം പകരാനും ഞങ്ങൾക്ക് മംഗളേകാനും. മുത്തശ്ശി എത്ര പാവാ ഭൂതം അല്ലേ? മനുഷ്യനായാലും ഭൂതായാലും അമ്മയുടെ മനസ്സൊന്നാ. അത് അമ്മുന് ഇപ്പൊ മനസ്സിലാവില്ല.